സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മജിദ് കുമാർ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 1/2 കിലോ മേളിൽ വരുന്ന ഒരു ആവോല് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെ മസാലയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്? ചെറുള്ളിലാണ് നമ്മൾ ആ മസാല നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ഫുള്ളായിട്ട് വരഞ്ഞിട്ട് അതിനകത്ത് ആ മസാല ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മളതിനെ ഗ്രില്ല് ചെയ്തതിന് ശേഷം നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ നമ്മൾ അതിന് സ്റ്റഫ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഈ ആവോലിയിൽ നിറയ്ക്കാൻ വേണ്ടി നമ്മളതിന് മസാല നമുക്ക് തയ്യാറാക്കണം. അത് നമ്മൾ ചെറുള്ളിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ട് ആ നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടാക്കട്ടെ. അതിനുശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ചേർക്കാം. വെളിച്ചെണ്ണയിൽ നിങ്ങളിത് തയ്യാറാക്കാവുള്ളൂ. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ അതുപോലെ ഡാൽഡയിലോ ഒന്നും ഇത് ശരിയാക്കരുത്. നമ്മളെ നല്ല വെളിച്ചെണ്ണയിൽ ഈ സംഭവം നിങ്ങൾ തയ്യാറാക്കാവുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി നമ്മൾ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളതിനകത്തേക്ക് ഇഞ്ചി നല്ല ഫൈനായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചി നമ്മൾ ചേർക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി ചേർക്കാൻ പോവാണ്. 1 സ്പൂൺ ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂണ് വെളുത്തുള്ളി, ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്യുക കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് കുറച്ച് നേരം സോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 സ്പൂണ് ചെറുള്ളി, കാരണം നമ്മൾ ഒരു 2 കിലോയുടെ ആവോലി അല്ല എടുത്തിരിക്കുന്നത്, ഒരു 1/2 കിലോ മിച്ചം വരുന്ന ഒരു ആവോലി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള മസാല മാത്രം നമുക്ക് സ്റ്റഫ് ചെയ്താൽ മതിയാവും. ഒരു 2 അല്ലെങ്കിൽ ഒരു 2.5 സ്പൂൺ ചെറുള്ളി. നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയോട് ചേർക്കണം കേട്ടോ. ഞാനൊരു 4-5 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ സ്റ്റഫ് ചെയ്യുമ്പം അതിനകത്തെല്ലാം കൂടെ കൊള്ളണമല്ലോ. കറിവേപ്പില വലിയ വാഴയില പോലെ കിടക്കും, ബാക്കിയെല്ലാം ചെറുതായിട്ടും. അതുകൊണ്ട് നമ്മൾ ആ കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിയുക. ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ സോട്ടാകണം കേട്ടോ. നമ്മുടെ ചെറുള്ളി നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചെറുള്ളിയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ നല്ല ഗോൾഡൻ കളറിൽ നമ്മൾ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഒരു 4/1 മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഫിഷ് മസാല ഒരു 4/1 ഫിഷ് മസാല. എരിവിന് നമ്മൾ കുറച്ച് കുരുമുളക് നമ്മൾ ചേർക്കുകയാണ് കേട്ടോ. കുരുമുളക് പൊടിച്ചത് ഇത്രയും ഒരു 4/1 കുരുമുളക് പൊടി. ഇത്ര നമ്മൾ ചേർത്തിട്ട് ഇതിനെ നമ്മൾ വഴറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. ആ പച്ചമണം മാറുന്നോളം വരെ ഒന്ന് മസാല ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു പിടിക്ക്, അതായത് ഒരു കുറച്ച്, കാരണം ഒരു റോസ്റ്റ് പോറിൽ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഓവറായിട്ട് വെള്ളം ആകരുത് കേട്ടോ. നമുക്ക് റോസ്റ്റ് പരുവമാണ് വേണ്ടത്. കാരണം നമ്മൾ ഈ ഫിഷിനകത്ത് സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓവറായിട്ട് ലൂസാകാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ പുളിക്ക് നാരങ്ങയുടെ നീര് നമുക്ക് ചേർക്കാം കേട്ടോ. നാരങ്ങയുടെ നീര് ചേർത്തു. ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതായത് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇവനെ നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ മസാല കണ്ടല്ലോ, ഇത് കണ്ടോ, ഈ മസാല നമ്മളൊരു ബോളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ആവോലി നിറച്ചതിനുള്ള മസാല നമ്മൾ കാണിച്ചു. അപ്പം നമ്മൾ ആവോലി നിങ്ങളൊന്ന് കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആവോലി നിറച്ചതിനുള്ള ആവോലി എടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ നല്ലതുപോലെ വരഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. കാരണം ഇതിനകത്ത് നമ്മൾ കുറച്ച് മസാല തേക്കുന്നുണ്ട്. അതിന് നമ്മളിതാ നല്ലതുപോലെ വരഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വര വന്ന് ഇതിനുള്ളിൽ കയറാതെ നോക്കണം. കാരണം ഇതാണ് നമ്മൾ ആവോലി നിറച്ചതിന് ഉപയോഗിക്കുന്ന ഭാഗം കേട്ടോ. ഇതിനുള്ളിലേക്ക് ആ വര വന്ന് കയറാതെ നോക്കണം കേട്ടോ. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് മീൻ പൊട്ടിപ്പോവും. പിന്നെ ഇതിൻ്റെ ബോൺ എടുത്ത് കളയരുത്. ബോൺ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം ഈ സംഭവം ഉടഞ്ഞു പോകും. കാരണം ആവോലി എന്ന് പറയുന്നത് സോഫ്റ്റ് ഫ്ലഷാണ് വരുന്നത്, സോഫ്റ്റ് മീറ്റാണ് വരുന്നത്. അപ്പം അതോടുകൂടിയാണ് നമ്മളിത് ഇങ്ങനെ ഈ തുരങ്കം ഉണ്ടാക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല നമ്മൾ ഇതിനകത്തേക്ക് സ്റ്റഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റഫിങ്ങിലേക്ക് പോകാം. സ്റ്റഫിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ മസാല ഇതാണ്. നമുക്ക് ഈ ഒരു മസാല മതിയാകും കേട്ടോ ഈ മീൻ കഴിക്കാനുള്ളത് കേട്ടോ. ഈ മുള്ള മസാല നമുക്ക് ഈ ഫിഷിന് ആവശ്യമില്ല കേട്ടോ. നമ്മൾ കുറച്ച് മാരിനേഷൻ നമ്മൾ പുറത്ത് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിത് പൊള്ളിക്കേണ്ടതല്ലേ. പൊള്ളിക്കുമ്പോൾ കുറച്ച് മസാല നമുക്ക് മുകളിൽ തേക്കണം കേട്ടോ. രണ്ട് സൈഡിലും നല്ലതുപോലെ ഇതുണ്ടോ, നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, കണ്ടോ ആവോലി നിറച്ച ആവോലിക്കകത്ത് എടുക്കുന്ന മസാല കണ്ടോ. ആ ചെറുള്ളിലാണ് നല്ല മണമായിരിക്കും കേട്ടോ നമ്മളിത് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ഇത്രയും നമ്മൾ സ്റ്റഫിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിന് മുകളിൽ കുറച്ച് മസാല നമുക്ക് ജസ്റ്റ് ഒന്ന് ടസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം കേട്ടോ. ഫിഷിൻ്റെ മുകളിൽ കുറച്ച് മസാല നമ്മൾ ചേർക്കണം കേട്ടോ. അതിന് ഞാൻ കുറച്ച് താഴെപ്പോയി കുറച്ച് കാശ്മീരി ചില്ലി പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചുപ്പ്, ഒരു നാരങ്ങയുടെ കുറച്ച് നീരും കൂടെ നമുക്ക് വെച്ചേക്കാം. നമുക്കിവനെ ഒന്ന് നല്ലൊരു മിക്സാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മളപ്പം അതിൻ്റെ പുറത്ത് തേക്കാനുള്ള മസാല നമ്മൾ മിക്സാക്കി. നമുക്ക് ആ മീനിൻ്റെ പുറത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാതെ ചെറുതായിട്ട് തേച്ചാൽ മതി കേട്ടോ. കാരണം വെച്ചാൽ ആവശ്യത്തിന് മസാല നമ്മൾ അകത്ത് സ്റ്റഫിങ്ങിന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, ആ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒന്ന് കറക്കുക, ഒന്ന് വട്ടം കറക്കുക. ഓവറായിട്ട് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു വെളിച്ചെണ്ണ ചേർത്താൽ മതിയാവും. നോൺ സ്റ്റിക്ക് പാൻ എടുക്കാവുള്ളൂ കേട്ടോ. കാരണം ഇതെന്നു വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ ദോശക്കല്ലോ അങ്ങനെ വലിയ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ഇട്ട് ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. ഓക്കെ, കറക്റ്റ് ദൈവാനുഗ്രഹം കറക്റ്റ് അളവാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇവനെ നമുക്കിനി ഒന്ന് മൂടി വെക്കാം. നിറച്ച് നമ്മൾ നോൺ സ്റ്റിക്ക് തവയിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചേഞ്ചിന് വേണ്ടി ഒരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടി നമ്മളതിനെ ഗ്രില്ല് ചെയ്തതിന് ശേഷം നമ്മൾ പൊള്ളിക്കാൻ പോവാണ്. അത് ഫുള്ള് ഗ്രില്ല് ചെയ്യുന്നില്ല കേട്ടോ, ഒരു ഹാഫ് കുക്കോട് കൂടി നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ട് നമ്മളിവനെ വാഴയില വെച്ച് ബാക്കി നമ്മൾ വാഴയിലാണ് പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ,
അധികം ആകില്ല കേട്ടോ, ചെറുതായിട്ടൊന്നും ആകാവുള്ളൂ. നമ്മളിനി ഇവനെ ഒന്ന് മറിച്ച് കൊടുക്കണം. കണ്ടോ, ഇത്രയും ഭാഗം ഇങ്ങനെ ഈ സാധനം പൊള്ളാവുള്ളൂ കേട്ടോ, ഇങ്ങനെ ഈ സാധനം ഗ്രില്ലാകാവുള്ളൂ. നമ്മൾ ബാക്കി ഇനി ചെയ്യാൻ പോകുന്നത് വാഴയിലാണ്. ഇനി അപ്പറേ ഭാഗം കൂടി ഒന്ന് ഗ്രില്ലാകട്ടെ. ഓക്കെ, നമ്മുടെ അതും റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളിവനെ ഇനി അത് അപ്പുറത്തെ വാഴയിലേക്ക് എടുത്ത് മാറ്റാം നമ്മൾ കേട്ടോ. ഓക്കെ, ഇനി നമ്മളിനി ചെയ്യാൻ പോകുന്ന ബാക്കി നമ്മൾ ആ വാഴയില നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോവാണ്. വാലിത് ഉടക്കി പോകുന്നു. നമ്മളിനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ റൗണ്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മളിവനെ ഫോൾഡ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, നമ്മുടെ പൊള്ളിച്ചതിൻ്റെ കണ്ടില്ലേ, നമ്മളിവനെ ഇനി നോൺ സ്റ്റിക്കിലേക്ക് വീണ്ടും നമ്മൾ മാറ്റാൻ പോകണം കേട്ടോ. നമ്മളിവനെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. നമ്മളിവനെ എടുത്തിട്ട് കണ്ട, നമ്മൾ പണ്ട് ചോറുമ്പതി കെട്ടിക്കൊണ്ട് പോകുന്നവരുണ്ടല്ലേ, നോക്കിയാൽ നോൺ സ്റ്റിക്ക് തവയിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇറക്കി വെച്ചു. ഓക്കെ, നമ്മൾ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം കേട്ടോ, കാരണം ഇത് സ്റ്റീം വേണമല്ലോ. ഒരു സ്റ്റീം ഉണ്ടെങ്കിലാണ് ഈ വാഴയില നല്ലതുപോലെ ആ പൊള്ളിച്ചതിൻ്റെ മണവും ആ വാഴയില നല്ലപോലെ വാടി ഫിഷിലേക്ക് കയറുള്ളൂ. ഓക്കെ, നമ്മുടെ വാഴയില പൊള്ളിച്ച് റെഡിയാകാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവനെ നമ്മൾ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മളൊന്ന് എടുത്തിട്ട് വീണ്ടും നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇരിക്കട്ടെ, 4-5 മിനിറ്റ് നമുക്ക് വരാം. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഭാഗമായിട്ടുണ്ട്. നമ്മളിതിനെ ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം തെളിച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിനെ മൂടി വെക്കാം. 2 ഭാഗം നമ്മൾ ഗ്രില്ല് ചെയ്തു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഗ്രില്ല് ചെയ്ത ഭാഗം നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. വാഴയിലൊക്കെ നല്ലത് വാടിയിട്ടുണ്ട്. ഒക്കെ നല്ലപോലെ വാടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ചേക്കാം. കാരണം വെച്ചാൽ നമുക്ക് ഫുള്ള് വെന്ത് കിട്ടണമല്ലോ. 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ പൊള്ളിച്ചതിൻ്റെ പൊട്ടിയും തോന്നുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ ഫിഷ് ബ്ലാക്ക് ആവോലി നിറച്ച് പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് ഇവനെ മാറ്റാൻ പോകണം കേട്ടോ. നമ്മളിവനെ സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റാൻ പോകണം കേട്ടോ. ഓക്കെ, നമ്മുടെ ആവോലി നിറച്ചത് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുക കേട്ടോ. നമ്മളാ പൊള്ളിച്ചതിൻ്റെ നിറം തന്നെ കണ്ടാൽ മനസ്സിലാവും. വാഴയില കറക്റ്റ് പൊള്ളിച്ചതിൻ്റെ കളറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവനെ ഒന്ന് തുറന്നു നോക്കിയാലോ. നമുക്കിവനെ ഒന്ന് തുറന്നു നോക്കാം അല്ലേ. നമ്മളിവനെ തുറക്കുകയാണ് കേട്ടോ. അയ്യോ, വാഴയിലയുടെയൊക്കെ പൊള്ളിച്ചതിൻ്റെ മണമൊക്കെ വരുന്നത് വേറെ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെയുണ്ട് നമ്മുടെ വാഴയിലയിൽ ആവോലി പൊള്ളിച്ചത്? സൂപ്പർ ഐറ്റമാണ്. ഓക്കെ, ബ്ലാക്ക് ആവോലി നിറച്ച് പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. കാരണം അത് അടിപൊളി
മണമൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ്. കാരണം ആ ചെറുപുള്ളിയൊക്കെ അകത്ത് കിടന്ന് അതും ഗ്രില്ലായതിൻ്റെ മണം. പിന്നെ നമ്മൾ അത് കൂടാതെ ഇതിനകത്തൊരു മാരിനേഷൻ ചെയ്യുന്നത്, പിന്നെ വാഴയിൽ നമ്മൾ പൊള്ളിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പം തുറന്നു നോക്കാൻ പറ്റില്ല കേട്ടോ, അടിപൊളി സൂപ്പർ സാധനം കേട്ടോ. വാഴയിലയിൽ നമ്മൾ ആവോലി നിറച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന റെസിപ്പിയാണ്. ബ്ലാക്ക് ആവോലി നിറച്ചത് നമുക്ക് വാഴയിലിൽ ഇങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്നാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത് കുമാർ.